ഇപ്പോൾ എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. സി വി ബാലകൃഷ്ണൻ, താങ്കളടക്കമുള്ള പിന്മുറക്കാർക്ക് എഴുത്തിൻ്റെ പുതിയ വഴികൾ കാട്ടിത്തരുന്നതിൽ MT വാസുദേവൻ നായർ എന്ന പത്രാധിപരുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. ഒരുപക്ഷേ മലയാള സാഹിത്യം തുഞ്ചൻ്റെ കാലഘട്ടത്തിന് ശേഷം വള്ളത്തോളും അതോടൊപ്പം തന്നെ കുമാരനാശാനും ഒക്കെ എഴുതി തീർന്ന കവിതയുടെയും പിന്നീട് വരുന്ന നോവൽ സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു തലമുണ്ട്. MT എല്ലാ കാലത്തും അദ്ദേഹം നിങ്ങൾക്ക് മുമ്പ് എഴുതി അതിനുശേഷം ആധുനികതയുടെയും ഉത്തരാധുനികതയുടെയും കാലഘട്ടത്തിലും വായിക്കപ്പെടുന്ന തരത്തിലേക്ക് എഴുതാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ ലോക സാഹിത്യത്തിൽ തന്നെ ഇത്രയധികം സംഭാവന ചെയ്ത മറ്റൊരു സാഹിത്യകാരൻ ഉണ്ടാകില്ല. ഒരേ സമയം തന്നെ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ എഴുത്തുകാരെ, പുതിയ രചനാശൈലികൾ അദ്ദേഹം പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ആ ഒരു നഷ്ടം മലയാളത്തിന് മാത്രമല്ല സാഹിത്യശാഖയ്ക്കാകെ തന്നെ ഉണ്ട് എന്നാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് പോലെ തന്നെ എക്കാലത്തും ശ്രീ സി വി ബാലകൃഷ്ണൻ. MT യുമായി ഒരു 4 പതിറ്റാണ്ട് കാലത്തെ ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു. പല നിരക്കുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രചനകൾ വായിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് അധികമായിട്ട് ഇടപഴകിയിട്ടൊക്കെ ഒരു ബന്ധം. പത്രാധിപർ എന്ന നിലയിൽ എന്റെ ആദ്യത്തെ കഥ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഒരു 40-ലധികം വർഷം മുമ്പാണ്. അപ്പൊ അതിനെ തുടർന്ന് കുറെ കഥകൾ അദ്ദേഹം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് പോവുകയും സിനിമയിൽ കൂടുതൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അക്കാലത്തൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം MT ഒരു വലിയ പ്രചോദനമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് എൻ്റെ സാഹിത്യത്തിലെ ആചാര്യനായിട്ടാണ്. ലോക ഭാഷയിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരെ കുറിച്ച് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗബ്രിയേൽ ഗാർഷിയ മാർക്വീസ് എന്ന പേര് നമുക്കിപ്പോൾ വളരെ പരിചിതമാണ്. ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആ പേര് ആദ്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞത് MT ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഗബ്രിയേൽ ഗാർഷിയ മാർക്വീസിന്റെ 100 Years of Solitude ഉണ്ടായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് അപ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരു ചെറിയ കുറിപ്പ് എഴുതി. അതായത് ജീവിതകാലത്ത് അദ്ദേഹം ഒരുപാട് മഹത്തായ കൃതികൾ വായിച്ചിട്ടുണ്ട്. ഉദറിംഗ് ഹൈറ്റ്സും അന്നാ കരീമിനെയും ബ്രദേഴ്സ് കാരംസും ക്രൈം ആൻഡ് പണിഷ്മെന്റും മാഡം ബോവറിയും ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ ഒക്കെ. അപ്പൊ ഓരോ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിരുന്നത് ആ കൃതിയാണ് ഏറ്റവും മികച്ചതെന്നാണ്. പക്ഷെ ആ കുറിപ്പിൽ അദ്ദേഹം എഴുതിയത് 100 Years of Solitude വായിച്ചപ്പോൾ ഇതല്ലേ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ കൃതി എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നാണ്. അതിന് എത്രയോ ശേഷമാണ് മാർക്വസിന് നോവൽ സമ്മാനം കിട്ടുന്നതും അദ്ദേഹം കേരളത്തിൽ വളരെ പ്രസിദ്ധനാവുന്നതും അദ്ദേഹത്തിന്റെ ഇതര സാഹിത്യ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ ആ പേര് അന്ന് കേട്ടപ്പോഴും ഞാൻ ആ പുസ്തകം കൽക്കത്തയിൽ നിന്ന് എഴുതി വരികയും വായിക്കുകയും ചെയ്തു. അതിനുശേഷം കാണുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് വായിക്കുന്നതിനെ കുറിച്ചാണ്. പല പുതിയ എഴുത്തുകാരെ കുറിച്ചും പറയുന്നു. ട്രൂമാൻ കബോട്ടിയെ കുറിച്ചും പ്രമോദ ആനന്ദത്തോറിനെ കുറിച്ചും കസന്ത് സാഗസിനെ കുറിച്ചും ഒക്കെ അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹം കഥകൾ എഴുതാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ എഴുതി. കാതികന്റെ പണിപ്പുര, കാതികന്റെ കല എന്നിങ്ങനെ 2 പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിരിക്കുക വലിയൊരു അനുഭവമായിരുന്നു. ഞാനെപ്പോഴും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയാണ് ആ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത്. കാരണം എപ്പോഴും അത് സാഹിത്യ സംബന്ധമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹം പറയുന്നത്. പുതിയ എഴുത്തുകാരെ കുറിച്ച്, ലോകഭാഷകളിലുള്ള പുതിയ സാഹിത്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയ ആരാധന എനിക്ക് അദ്ദേഹത്തോട് തോന്നിയിരുന്നു. ഈ കാലം അത്രയും ആ ആരാധന വളരെ തീവ്രമായിട്ട് നിലനിൽക്കുകയും ചെയ്തു. ശ്രീ സി വി ബാലകൃഷ്ണൻ, ഒരുപക്ഷെ മുകുന്ദൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി മാതൃഭൂമിയിലേക്ക് കഥ അയച്ചപ്പോൾ MT ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത് വല്ലാത്ത വിഷമമുണ്ടായി, എഴുത്ത് തന്നെ നിർത്തിയാലൊന്ന് ചിന്തിക്കുകയും പിന്നീട് നിരന്തരം കഥകൾ എഴുതുകയും MT തന്നെ തിരുത്തി കഥകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്കറിയാം. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിലൊരു നിളാനദിക്കരയുണ്ട്. MT മാതൃഭൂമിയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നതോടുകൂടി നിരവധി സാഹിത്യകാരന്മാർ, കഥാകാരന്മാർ വരുന്നു, താങ്കൾ ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ ഈ കരയിലെത്തുകയും ആ കരയിൽ വേണമെങ്കിൽ ആ കഥകൾ അവിടെ അവസാനിക്കാമായിരുന്നു. പക്ഷേ പല വഴികളായി മലയാള ഭാഷയെ, മലയാള കഥയെ, മലയാള നോവലിനെ വഴി വെട്ടിക്കൊടുത്ത സാഹിത്യകാരൻ. ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്, ആ പത്രാധിപരില്ലായിരുന്നുവെങ്കിൽ മലയാള സാഹിത്യം, മലയാള കഥ ഇത്രത്തോളം
ശോഭനമാകുമായിരുന്നു? ആ മഹത്തായ ഭാവന ഉണ്ടാകുമായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. എം ടി വായനയിലൂടെ വികസിപ്പിച്ച ഒരു ഭാവുകത്വം ഉണ്ടായിരുന്നു. എം ടി രചനകളിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു രചനാശീലം ഉണ്ടായിരുന്നു. അത് രണ്ടും വെച്ചുകൊണ്ടല്ല എം ടി എന്ന പത്രാധിപർ പ്രവർത്തിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ രചനാ രീതികളുമായിട്ട് യാതൊരു സാമ്യവുമില്ലാത്ത രചനയാണ് എം മുകുന്ദനോ സക്കറിയയോ ഒ വി വിജയനോ ഒക്കെ എഴുതിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ മനസ്സുകൊണ്ട് ഒത്തു നിൽക്കാവുന്നത് ഉറൂബിനോടോ തകഴിയോടോ ഒക്കെയാണ്. പക്ഷേ അദ്ദേഹം ഏറ്റവും പുതിയ രചനകൾ, ഇപ്പം സക്കറിയയുടെ ആദ്യത്തെ കഥ, അദ്ദേഹം ഉണ്ണി എന്ന കഥ അദ്ദേഹം ഒരു റിപ്പബ്ലിക് വിധത്തിൽ ആണ് കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പൊ ആ കഥ ഈ സക്കറിയ എഴുതിയിട്ടുള്ള കഥകളൊന്നും എം ടിയുടെ കഥകളുമായിട്ട് യാതൊരു സാമ്യമില്ലാത്തതാണ്. ആ പശ്ചാത്തലമേ ഇല്ല. വള്ളുവനാടൻ ഭാഷയായിട്ട് യാതൊരു ബന്ധമില്ല. വിചിത്രമായ ഭാവനകളുള്ള കഥകളാണ് അദ്ദേഹം ആദ്യകാലത്തൊക്കെ എഴുതിയിരുന്നത്. ആ കഥകൾ മുഴുവനും പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്. അപ്പൊ സകല ഇതിഹാസം പോലൊരു നോവല്, സൂര്യവംശം പോലൊരു നോവല്, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ പോലൊരു നോവല്, അതൊക്കെ വന്നിട്ടുള്ളത് മാതൃഭൂമിയിലാണ്. എന്റെ ആയുസിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് എം ടി മാതൃഭൂമിയുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പോയിക്കഴിഞ്ഞ ഉടനെയാണ് അതിൽ ആയുസിന്റെ പുസ്തകം വന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ കണ്ടപ്പോഴേ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കാണാറുണ്ട്, വായിക്കാറുണ്ട് എന്ന്. അതൊരു വലിയ നമുക്കൊരു വലിയൊരു അഭിനന്ദനമായിരുന്നു. അദ്ദേഹം വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും നമ്മുടെ മലയാള സാഹിത്യത്തിലെ ചലനങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അതിലുള്ള പുതിയ ആശയങ്ങളെയോ പുതിയ പ്രവണതകളെയോ ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരിക്കലും ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള ബോധം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ ഏറ്റവും സ്വതന്ത്രനായിട്ടുള്ള വ്യക്തി. അപ്പൊ എന്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുള്ള കഥകൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. ഒരു കഥ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ഒരു വാക്കുപോലും അദ്ദേഹം വെട്ടുകയുണ്ടായിട്ടില്ല, അതിന്റെ പേര് തിരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. 82-ലാണ് കൂടിക്കാണല്. അപ്പോ ഞാൻ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കഥ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ മറ്റൊരു കഥ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എം ടി പറഞ്ഞു അടുത്ത കഥ ഉടനെ കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പൊ അതൊക്കെ അന്നത്തെ ഒരു ചെറുപ്പക്കാരനായ വളരെ ചെറുപ്പക്കാരനായി എന്നെ സംബന്ധിച്ച് എത്രത്തോളം സന്തോഷകരമാണ് എന്ന് പറയേണ്ടതില്ല. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു ബന്ധം പിന്നീട് ഈ അവസാന കാലം വരെ തുടർന്നിരുന്നു. എപ്പോഴും കാണുമ്പോഴും അദ്ദേഹം വളരെ വാത്സല്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. വായിച്ച പുസ്തകങ്ങൾ എന്താണ്, ഇപ്പോഴെന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുക. എഴുതുന്ന കാര്യം ചോദിക്കാറില്ല കേട്ടോ, എന്താണ് എഴുതുന്നതെന്ന് അന്വേഷിക്കാറില്ല. അദ്ദേഹം പറയുന്നത് നമ്മൾ ഏത് പുസ്തകം വായിക്കുന്നു ഇപ്പോ എന്നാണ്. അപ്പൊ അത് വായിച്ചിട്ട് അദ്ദേഹം നമ്മുടെ ഈ വായനാ ശീലത്തിന് വിലയിരുത്തും. ഞാൻ കാമമോഹിതം എന്ന് പറഞ്ഞ പടത്തിന്റെ തിരക്കഥ എഴുതിയപ്പോൾ കെ ജി ജോർജിന് വേണ്ടിയിട്ട് അതിന്റെ തിരക്കഥ രൂപം ഉണ്ടാക്കിയപ്പോഴും ഒരു ദിവസം എം ടി ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു. ആ മുറിയിലിരുന്നിട്ട് അദ്ദേഹം അത് തിരക്കഥ മുഴുവനും വായിക്കുന്നു ഒറ്റ ഇരിപ്പില്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ നോവൽ ഞാൻ വന്നപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നു, ഈ തിരക്കഥ വളരെ പൊട്ടൻഷ്യലാണ്, അതിലൊരു 2-3 സീനുകൾ കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കുന്നു. അപ്പൊ അത് എനിക്ക് വളരെ വിസ്മയകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞ ആ 3 സീനുകൾ എന്ന് പറയുന്നത് അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള 3 സീനുകളായിരുന്നു. ഞങ്ങളുടെ ശ്രദ്ധയിൽ വരാത്ത 3 സന്ദർഭങ്ങളായിരുന്നു എം ടി ഞങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പൊ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ അസാധ്യമായിട്ടുള്ള സിദ്ധി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വൈഭവം, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം ഒക്കെ തെളിയിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം ഒരു തിരക്ക് ഒറ്റയിരുപ്പിൽ വായിച്ചിട്ട് അതിൽ ഇന്ന 3 കാര്യങ്ങൾ കൂടി ചേർത്താൽ നന്നായിരുന്നു. അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് മാറി. പിന്നെ അദ്ദേഹത്തിന്റെ ഈ സിനിമകൾ 73-ൽ ഇറങ്ങിയ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യത്തെ ദിവസം പോയി കണ്ടതായിരുന്നു. അത്രയും വികാരവായ്പോടുകൂടി എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ അടുത്തിടയിൽ 50 വർഷം കഴിഞ്ഞപ്പോൾ ഈ ചിത്രം ചിത്രീകരിച്ചതിന്റെ പശ്ചാത്തലമായിട്ടുള്ള മൂക്കുതല എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയി. അതിന് തൊട്ടു മുമ്പേ എം ടിയുടെ 90 വയസ്സ് തികയുന്ന ചടങ്ങുണ്ടായിരുന്നു തുഞ്ചൻ പറമ്പിൽ. ആ ചടങ്ങിന് പോയപ്പോൾ അവിടെ ചിത്ര നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 101 വയസ്സായിരുന്നു. അപ്പോൾ ചിത്ര നമ്പൂതിരിപ്പാടാണ് മൂക്കുതല ഗ്രാമത്തിൽ ആ ചിത്രം ചിത്രീകരിക്കാൻ പറ്റും എന്ന് എം ടിയോട് പറഞ്ഞത്. അങ്ങനെയാണ് അവിടെ പോവുകയൊക്കെ ചെയ്യുന്നത്. ചിത്ര നമ്പൂതിരിപ്പാടിന്റെ നാടായിരുന്നു മൂക്കുതല. അപ്പൊ അന്ന് ആ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ചിത്ര നമ്പൂതിരിപ്പാട് പറയുകയുണ്ടായി. അപ്പൊ അദ്ദേഹം
ഞാൻ ആ മൂക്കുതല ഗ്രാമത്തിലൂടെ ആ പഴയ അമ്പലവും അതിന്റെ പരിസരങ്ങളിലൂടെ ഒക്കെ നടക്കുമ്പോഴൊരു വല്ലാത്തൊരു ഗൃഹാതുരത്വമായിരുന്നു എനിക്ക്. അതേപോലെ തന്നെ എംടിയുടെ നാടായിട്ടുള്ള കൂടല്ലൂർ പോയപ്പോഴും മാടത്ത് തെക്കേപ്പാട്ട് തറവാടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴൊക്കെ തോന്നുന്ന ഒരു ആ താമസത്തിന്റെ ചെരുവിലൂടെ നടക്കുമ്പോഴും ജലാനദിയുടെ കരയിൽ നിൽക്കുമ്പോഴും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ഗൃഹാതുരത്വമുണ്ട്. കാരണം അത് നമ്മുടെ മലയാളി മനസ്സിൽ ഈ ഗൃഹാതുരത്വം തുടങ്ങിയിട്ട് 50-ലധികം വർഷങ്ങളായി. എന്റെ ആദ്യത്തെ കഥ എഴുതിയത് 48-ലാണ്. 50-കളുടെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ബാല്യകാല അനുഭവങ്ങൾ കുറിക്കുന്ന കഥകൾ വന്നത്. ആ കഥകളിൽ നിന്നാണ് നമ്മൾ താന്നിക്കുന്നും ഈ കൊടിക്കുന്ന തമ്മയും നീലാനദിയും ഒക്കെ അറിഞ്ഞത്. അപ്പൊ അവ പിന്നീട് നമ്മുടെ മലയാളി മനസ്സിലൊക്കെ അവ കുടിയേറി. അവിടെ പോകാത്തവർക്കും അറിയാം. ഇപ്പൊ MT പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഈ ദൈവമില്ല എന്ന് പറയാം, പക്ഷെ കൊടിക്കുന്ന തമ്മ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് എനിക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഗ്രാമപ്രകൃതിയും അവിടുത്തെ ജീവിതവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ട്. അവിടെ പോയിട്ടില്ലെങ്കിലും അത് ഉണ്ടായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞപ്പോഴും അതെല്ലാം അതേപടിയാണ് ഉണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും സൂക്ഷ്മമായിട്ടാണ് തന്റെ ഗ്രാമപ്രകൃതി അദ്ദേഹം വരച്ച് കാട്ടിയത്. അവിടുത്തെ സാധാരണ മനുഷ്യരെ, അവരുടെ വേദനകളെ ഒക്കെ അദ്ദേഹം കണ്ടായിരുന്നു. അപ്പൊ ആത്രവിത്ത് എന്ന് പറയുന്ന കൃതി ആ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഇരട്ടിന്റെ ആത്മാവ് പോലുള്ള കഥകള്, കളിവാളും കാൽച്ചിലമ്പും പോലുള്ള കഥകള്, വിത്തുകള് എല്ലാം ആ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മണ്ണ്, ആ ഒരു പരിസരങ്ങള്, അവിടുത്തെ ജീവിതം, അവയൊക്കെയാണ് അദ്ദേഹത്തിന് വലിയ ഹൃദയവിശാലതയുള്ള ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത്. അപ്പൊ എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും നമ്മുടെ ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ലോക സാഹിത്യത്തിന്റെ, ഒരു ലോകത്തിലെ മികച്ച എഴുത്തുകാരുടെ നിലവാരത്തിലേക്ക് തന്റെ രചനകളിലൂടെ ഉയർന്നു പോയ ഒരാളാണ്. ശരി, വളരെ നന്ദി ശ്രീ CV ബാലകൃഷ്ണൻ. താങ്കളെപ്പോലെ പലരും ഓർമ്മകളുടെ പുസ്തകം തുറക്കുമ്പോൾ MT എന്ന ആ മഹാനായ സാഹിത്യകാരനെ, മലയാളി ഹൃദയത്തോട് ചേർത്ത ആ സാഹിത്യകാരനെ വീണ്ടും 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 പറയേണ്ടി വരികയാണ്. MT ആരായിരുന്നു എന്നുള്ള ചോദ്യം വീണ്ടും ഓരോ മലയാളിയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ CV ബാലകൃഷ്ണൻ.